ഹലോ, എൻ്റെ പേര് ഡോക്ടർ ജോൺ ആലപ്പാട്ട്. ഞാൻ MVR ക്യാൻസർ സെന്ററിൽ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. നിങ്ങളെല്ലാവരും ലാൻസ് ആംസ്ട്രോങ്ങിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. 7 times ടൂർ ഡി ഫ്രാൻസ് എന്ന് പറഞ്ഞൊരു സൈക്ലിംഗ് ഇവന്റ് ജയിച്ച ഒരു വ്യക്തിയാണ് ലാൻസ് ആംസ്ട്രോങ്. ഈ ടൂർ ഡി ഫ്രാൻസ് എന്ന് പറഞ്ഞ വളരെ ലോകത്തിൽ തന്നെ ഏറ്റവും ഡിഫിക്കൾട്ട് ഫിസിക്കൽ സ്പോർട്ടിംഗ് ഇവന്റ് ആയിട്ട് ചിലർ പറയാറുണ്ട്. ഇത് നിങ്ങൾക്ക് ലാൻസ് ആംസ്ട്രോങ്ങിനെ പറ്റി അറിയാത്ത ഒരു കാര്യമായിരിക്കാം. 25-ാം വയസ്സിൽ ലാൻസ് ആംസ്ട്രോങ് സ്റ്റേജ് 3 ടെസ്റ്റിക്കുലർ ക്യാൻസർ ആയിട്ട് ഡയഗ്നോസ്ഡ് ആയിരുന്നു. ആൾക്ക് ലങ്സിലും ബ്രെയിനിലും വരെ ട്യൂമർ സ്പ്രെഡ് ആയിരിക്കുന്നു. ഇപ്പം ആളുടെ വയസ്സ് 53 വയസ്സ്. അയാൾ കൃത്യമായി ട്രീറ്റ്മെന്റ് എടുത്തതുകൊണ്ട് ആൾക്ക് ഇപ്പം അസുഖമില്ലാതെ 53 വയസ്സ് വരെ ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു. അപ്പൊ ഈ ഏപ്രിൽ മാസം എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ടെസ്റ്റിക്കുലർ ക്യാൻസർ അല്ലെങ്കിൽ വൃഷണത്തിന്റെ ക്യാൻസറിനെ പറ്റി ഒരു അവയർനെസ് ആണ്. ഏപ്രിൽ മാസമാണ് ടെസ്റ്റിക്കുലർ ക്യാൻസർ അവയർനെസ് മന്ത്. ഈ അവയർനെസിന്റെ ഭാഗമായിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യമാണ് ടെസ്റ്റിക്കുലർ സെൽഫ് എക്സാമിനേഷൻ. സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കുമ്പം നിങ്ങൾ കുളിക്കുന്ന സമയത്ത്, ഒരു ഷവർ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ ടെസ്റ്റിസ് നിങ്ങളുടെ വിരലുകൾ കൊണ്ട് പാൽപേറ്റ് ചെയ്തിട്ട് അതിനകത്ത് വല്ല തടിപ്പോ മുഴയോ ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെ എന്തെങ്കിലും തടിപ്പോ മുഴയോ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് ഒരു ഡോക്ടറെ കാണിക്കാനായിട്ട് നിങ്ങൾ പോകണം. മിക്കവാറും ആ ഡോക്ടർ ഒരു സ്ക്രോട്ടൽ അൾട്രാസൗണ്ട് എടുക്കാനായിരിക്കും നിങ്ങളുടെ അടുത്ത് പറയാം. അപ്പൊ ഈ ടെസ്റ്റിക്കുലർ സെൽഫ് എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്ത് ഏർലി ആയിട്ട് ഈ ടെസ്റ്റിക്കുലർ ക്യാൻസർ അല്ലെങ്കിൽ വൃഷണത്തിന്റെ ക്യാൻസർ കണ്ടുപിടിച്ചാൽ 95% ക്യൂർ റേറ്റിൽ ഒരു ക്യാൻസർ ആണ്. അതിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ് ലാൻസ് ആംസ്ട്രോങ്. സ്റ്റേജ് 3 കണ്ടുപിടിച്ചിട്ട് പോലും ആള് 53 വയസ്സ്, 25 വർഷത്തോളം ഹെൽത്തി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ടെസ്റ്റിക്കുലർ ക്യാൻസർ ഇസ് എ ഈസിലി ക്യൂറബിൾ കണ്ടീഷൻ ഇഫ് ഡിറ്റക്റ്റഡ് ഏർലി എന്നുള്ള മെസ്സേജ് ആണ് നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്. സൈലൻസ് ഇസ് ഗോൾഡൻ എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ഹെൽത്തിന്റെ കാര്യത്തിൽ മൗനം എപ്പോഴും നല്ലതല്ല. അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് മെഡിക്കൽ ഹെൽപ്പ് നിങ്ങൾ സീക്ക് ചെയ്യണം. താങ്ക് യു.